ഗുഡ് മോർണിംഗ് എല്ലാവർക്കും രത്നരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിതാ പരിപ്പും ചീരയുടെ തണ്ട് ഞാനിതിൻ്റെ ഇലയൊക്കെ ഞാനിതിൻ്റെ മുമ്പ് തോരൻ വെച്ചു. ബിഗ് ബാസ്ക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. അതുകൊണ്ട് നല്ലോണം ഉപ്പിട്ട് നന്നായിട്ട് കഴുകിയിട്ടെടുത്ത് നല്ല ചീരയായിരുന്നു. കെമിക്കലൊന്നും അതിൽ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തില്ല. കുറേ പ്രാവശ്യം നല്ലോണം ഇല കഴുകിയത് അവർ ക്ലീൻ ചെയ്തിട്ടാണ് തന്നേക്കുന്നത്. അവർ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ക്ലീൻഡെന്ന്. അപ്പോൾ എന്നാലും നമ്മൾ കഴുകണമല്ലോ. ഞാൻ കുറേ പ്രാവശ്യം കഴുകി അതിൻ്റെ ഇല എടുത്തിട്ട് തോരൻ വെച്ചു. അപ്പോൾ അതിൻ്റെ തണ്ടും ഒരു 5-6 ഇലയുണ്ട്. അതിൽ തണ്ടും പരിപ്പും കൂടിയിട്ടൊന്ന് ഒരു ചീരക്കറി വെക്കാൻ പോവുകയാണ്. ഇതാണ് ഇന്നത്തെ കറി. പിന്നെ ഉണക്കമീൻ വെച്ചതുണ്ട്, വറുത്തതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ കേട്ടോ, ഞാൻ കൽച്ചട്ടിയിലാണ്. ഞാനിതിലൊന്നും ഇടുന്നില്ല. ശകലം വെളിച്ചെണ്ണയും വേണമെങ്കിൽ ഒരു വറ്റൽമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേവും. ഞാനിപ്പോൾ അത് രണ്ടുമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, എനിക്ക് നേരം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചേക്കുക. ഒരു തേങ്ങ ഉടച്ചപ്പോൾ ഇതാ ഈ വിധത്തിലായി. ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ്. വെറും കൊട്ടത്തേങ്ങ തന്നെയായിരുന്നു. അപ്പോൾ അത് കണ്ടോ, വെള്ള കളറായി വരുന്നുണ്ട്. നല്ല വെള്ള കളറാകുമ്പോൾ നമുക്കത് പൊടിച്ചെടുക്കാം മിക്സിയിൽ. ഇതാ ഒരു ഭാഗം കേട് കണ്ടില്ലേ, ഇതാ ഇത് ഞാൻ വേസ്റ്റിലേക്ക് ഇട്ടേക്കുവാണ്. കളയാൻ വേണ്ടി വെച്ചതാട്ടോ അത്. അപ്പോൾ അരയ്ക്കാൻ വേണ്ടി ഞാനൊരു കപ്പ് തേങ്ങ, പിന്നെ ഒരു ചെറിയൊരു ചുള വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഇത്തിരി ജീരകം ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ ചീരയിലേക്ക് വേണ്ടിയിട്ട് വെക്കുന്നത്, കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ പരിപ്പ് വെന്തു. ഞാൻ ഇത്തിരി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പൊടിയുപ്പ് തന്നെ ഇടാം, പെട്ടെന്ന് അരിയണ്ടേ. അപ്പോൾ ഒരു ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നോക്കിയിട്ട് പിന്നെ ഇടാം കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കണ്ടോ, അപ്പം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചീര ചീരയും പരിപ്പും വെന്തിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർക്കണം. തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്, കാണിച്ചു തന്നല്ലോ. ഒരു ചോള വെളുത്തുള്ളിയും, പിന്നെ വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാതിരി ചേർക്കാം കേട്ടോ. തേങ്ങയും ജീരകവും വെളുത്തുള്ളി, ജീരകം ഒരു നുള്ളു മതി, കൂടുതലായ ജീരകത്തിൻ്റെ ചുവയിടും. എല്ലാം പാകത്തിന്. വെളുത്തുള്ളി ആണെങ്കിലും കുറേ എനിക്ക് ഇഷ്ടമില്ല. ചീരക്കറിയിൽ ഒരു ശകലം ചേർക്കാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ജീരകം മാത്രം അരച്ചൊഴിച്ചാലും കുഴപ്പമില്ല. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവരൊക്കെ ജീരകം മാത്രം ഒരു നുള്ളെടുത്താൽ മതി. അപ്പോൾ ഇതാ ചീരക്കറി റെഡിയായല്ലോ. ഇതാണ് നമ്മുടെ ചീരക്കറി. പെട്ടെന്ന് ഉണ്ടാക്കാം. ഇനി ഇതിൽ കടുക് വറുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കത് അവിടെയും ഇവിടെയൊക്കെ ആവേണ്ടത് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ നല്ല ക്ലിയറാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കണേ. അതാണ് എൻ്റെ ഒരു ഇഷ്ടം. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ, ഉപ്പുണ്ടോ നോക്കാനാ. ഉപ്പ് ഒരു ശകലം കൂടി വേണമെങ്കിൽ ഇടാം. ഇത്ര ഉപ്പുണ്ട്, എന്നാലും എനിക്ക് ഉപ്പൊരിത്തിരി കൂടുതൽ വേണം. ചേട്ടനാണെങ്കിൽ ഉപ്പ് വേണ്ട, അങ്ങനെയാണ്. ഇതൊന്ന് ചെറിയൊരു തിളച്ചാൽ മതി, ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ ചോറ് തിളച്ചുകൊണ്ടേയിരിക്കുന്നു. ചോറ് ജാക്സണിൽ വെക്കണ പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ. ഇതിങ്ങനെ സിമ്മിലിടും. സിമ്മിലിങ്ങനെ കിടന്നോളും. അങ്ങനെ കിടന്ന് നമ്മൾ നോക്കണ്ട, വെള്ളം പറ്റുന്നുണ്ടെന്ന് നോക്കണം കേട്ടോ. എനിക്ക് ഒരുപാട് പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ കൂടി ഇട്ടിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് യാതൊരു ബോധം ഉണ്ടാവില്ല. കരിക്കട്ട ആയിട്ടുണ്ട് ചോറും. ചക്ക അതേമാതിരി വരട്ടാൻ വേണ്ടിയിട്ട് ഒരു ചക്ക കഷ്ടപ്പെട്ട് ചേട്ടൻ എന്നോട് കെഞ്ചി പറഞ്ഞിട്ടാണ് ചുള പറിച്ചു തന്നത്. ആ ചുള പറിച്ചു തന്നൊക്കെ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിളച്ചിട്ട് ശരിക്കും പ്രഷർ കുക്കർ നല്ലോണം മൂടാന്ന് എഴുതിയിട്ട് പകുതി ഇങ്ങനെ ആക്കിയിട്ടുള്ളൂ. മുഴുവനും അങ്ങോട്ട് ഇട്ടിട്ട് വെയിറ്റ് ഇട്ടിട്ടുണ്ട്, പകുതി ആക്കി. പിന്നെ ഞാൻ അപ്പുറത്തേക്ക് പോയപ്പോൾ കാര്യം മറന്നുപോയി. പ്രഷർ പാൻ ആകെ ഞാനിങ്ങോട്ട് വന്നപ്പോൾ പുകഞ്ഞിരിക്കുകയായിരുന്നു. ആകെ പൊട്ടിത്തെറിച്ച്. കഷ്ടകാലത്തിന് എനിക്ക് പൊട്ടിത്തെറിച്ചിട്ട് നഷ്ടം അല്ല, ഒരു തീപിടുത്തമൊന്നും ഉണ്ടായില്ല ഭാഗ്യത്തിന്. ഗാസ്കറ്റ് വരെ കരിഞ്ഞ മണം വന്നപ്പോഴാണ് ഞാൻ ഓടി വന്നത്. വന്നിട്ട് ആ ചക്ക അങ്ങനെ തന്നെ കളഞ്ഞു. ചക്ക പോയാൽ ചേട്ടനാണ് വിഷമം. കാരണം ചേട്ടനാണ് അത് മുഴുവൻ നന്നാക്കിയൊക്കെ റെഡിയാക്കി തന്നത്. പക്ഷേ എനിക്ക് ആ പാത്രം കഴുകി വൃത്തിയാക്കാൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് എന്തായാലും അതൊക്കെ ചെയ്തു റെഡിയാക്കി. അതുകൊണ്ട് നമ്മൾ
നമ്മൾ അടുക്കളയിൽ നിന്ന് പോകുമ്പോൾ അപ്പോൾ ഗ്യാസ് എന്തായാലും എന്തില്ലെങ്കിലും അതങ്ങോട്ട് ഓഫ് ചെയ്താൽ മതി, അപ്പോൾ പ്രശ്നമില്ല. അതൊക്കെ ഞാൻ ഇപ്പോൾ പറയണു. എനിക്ക് പിന്നെയും പറ്റും അങ്ങനെ തന്നെ. ഓക്കെ, ഇതേത് തിളച്ച് കഴിഞ്ഞ് നമുക്ക് കടുക് വറുക്കാതെ. ഞാനിത് അടുപ്പിൽ വെച്ചു, ചീനച്ചട്ടി ഇതാ വെച്ചു. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ. മതി, അത്രയും മതി. പിന്നെ ഇതിലേക്ക് ഇത്തിരി ഉഴുന്ന് പരിപ്പിടാം. ഇത്തിരി ഉഴുന്ന് പരിപ്പിട്ടു, കുറച്ച് കടുക് ഇട്ടു. ഇതിൽ ഞാൻ കറിവേപ്പില ഇടുന്നില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല കറിവേപ്പില ഇട്ടാൽ. അതുകൊണ്ട് കറിവേപ്പില ഇടുന്നില്ല, ഇത്രയും മതി. നമുക്ക് ഈ ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. നമ്മുടെ ചീരക്കറി റെഡിയായിട്ടുണ്ട് കേട്ടോ. ചീരക്കറി റെഡി ഇങ്ങനെ. ഓക്കെ, ഇനി താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.